ഹലോ ഗായ്സ്, ഇന്നിപ്പോൾ രാവിലെ ലൈവിൽ കാണുന്നത് നമ്മളൊരു വഴക്കും അടിയൊക്കെയാണ്. അത് വേറെ എവിടെയുമല്ല, കിച്ചണിലാണ്. രാവിലെ ജിസേലിന് ചായ ഇടാൻ വേണ്ടി ചെറിയ പാത്രമാണ് കിട്ടിയത്. അതിനെ ചൊല്ലിയാണ് വഴക്ക്. ചെറിയ പാത്രത്തിൽ 10 ചായയാണ് ജിസേൽ ഉണ്ടാക്കുന്നത്. സാധാരണഗതിയിൽ ജിസേലിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 10-11 പേരുണ്ട്, അവർക്കാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവരെയൊക്കെ തട്ടിമുട്ടിയൊക്കെ നിന്നിട്ട് ഇവരൊക്കെ പുറത്തു പോവുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ആർമി വോട്ട് ചെയ്യുമെന്നുള്ളൊരു ധാരണ ജിസേലിനുണ്ട്. അപ്പോൾ ജിസേൽ കളിക്കാൻ വേണ്ടി ഗെയിമിംഗ് മാത്രമാണ് ജിസേലിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ജിസേൽ അവിടെ തന്നെ കുറേ ആൾക്കാരെയൊക്കെ കൂട്ടുചേർന്ന് അവരുമായിട്ട് കൂടിയിട്ട് ഇവരിൽ ആര് പുറത്തു പോയാലും അവരുടെ ആർമി പിന്നീട് സപ്പോർട്ട് ചെയ്യുന്ന ജിസേലിനെയാണ്. ജിസേലിനെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ഇവരെയൊക്കെ പിടിച്ചിട്ട് ഈ 10 പേർക്ക് അല്ലെ 11 പേർക്ക് ചായ ഇട്ട് കൊണ്ടുവന്ന് അവരുടെ കൈ കൊടുക്കും. ഈ ചായ കുടിച്ചിട്ട് ഗ്ലാസ് പലപ്പോഴും അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നത് നമ്മൾ ലൈവിൽ സൂം ചെയ്ത് ബിഗ് ബോസ് കാണിക്കാറുണ്ട്. അതാണ് സാധാരണ നടക്കുന്നത്. അപ്പോൾ മുഴുവൻ പേർക്കും ചായ ഇടാനുള്ള വെസൽ പാത്രം കഴുകിയില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ബിന്നി അതിനെ എതിർത്തു. ഞങ്ങൾ വെസൽ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു, ഇന്നലെ രാത്രി ഞങ്ങൾ കഴുകിയില്ല, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാമായിരുന്നു വലിയ പാത്രം തരാം. ചെറിയ പാത്രം ഓൾറെഡി കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 10 പേർക്കുള്ള ചായയാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിന്നിയും റെനയും കൂടി കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻറ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവർ തമ്മിലൊരു ധാരണയിൽ പറഞ്ഞു, നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി നമുക്ക് കണ്ടൻറ് ഉണ്ടാക്കണം എന്ന് അവരിടയ്ക്കിടയ്ക്ക് ചെവിയിൽ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് അവിടെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻറ് ഇടുന്ന കുറേ ആർട്ടിഫിഷ്യൽ കണ്ടൻറ് ഉണ്ടാക്കുന്ന 2 സാധനങ്ങളാണ് ഈ ബിന്നിയും റെനയും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് കഴിയുമ്പോൾ വീണ്ടും ചെവിയിൽ വന്നിരുന്ന് അവർ വർത്താനം പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇതാണ് സ്ഥിരമായിട്ട് നടക്കുന്നത്. ഇന്നും അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ജിസേലുമായിട്ട് ഈ ഒരു വഴക്കുണ്ടാകുമ്പോൾ അത്രയും നേരം ലൈവിൽ ഒരു 1-2 മണിക്കൂർ ഇവരുടെ കിച്ചൻ്റെ വഴക്ക് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും സ്ക്രീൻ സ്പേസ് അതിൽ നിന്ന് കിട്ടി. അപ്പോൾ എപ്പിസോഡിൽ അവരെ മാത്രമായിരിക്കും കാണിക്കുന്നത് എന്നുള്ള ധാരണയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കാണാം ഇവർ അവിടെ വന്നിരുന്ന് ബിന്നി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ റെന വന്നിരുന്ന് റെനയായിട്ട് കെട്ടിപ്പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അക്ബറും ആര്യനുമായിട്ട് ചിരിച്ച് വർത്താനം പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കണ്ടൻറ്റ് സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബിഗ് ബോസിന് കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ മണ്ടന്മാരായ പ്രേക്ഷകർ കണ്ട് അവർക്ക് സ്ക്രീൻ ഫേസ് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇതെന്ത് കൃത്രിമം, എനിക്ക് എന്തോന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്തോ ഒരു വൃത്തികെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു ഹൗസിൽ അല്ലെ എന്തെങ്കിലും ഒരു കാണുമ്പോൾ അതിനെ പ്രതികരിക്കുന്നതാണ് നമുക്കത് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള. ഇതൊരുമാതിരി പരസ്പരം അവരൊരു അണ്ടർസ്റ്റാൻഡിങ് നിന്നുകൊണ്ട് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാമ കളിക്കുന്നു. അപ്പോൾ ഇവരല്ലേ ഡ്രാമ റാണികൾ, അല്ലാണ്ട് അനുമോളാണോ? അനുമോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, അവളുടെ നേരെ വരുന്ന പ്രശ്നങ്ങൾ അവൾ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ അവൾ അത് ചെയ്യുന്നു. അല്ലാണ്ട് അവൾ എന്ത് ഡ്രാമയാണ് കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കുറേ അന്തം കെട്ട കുറേ ആൾക്കാർ കമൻറ്റോളുകൾ വന്നു. 1-2 യൂട്യൂബേഴ്സിൻ്റെ അനുമോളെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്ന 1-2 യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ ആ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം അനുമോളൊക്കെ എന്ത് മോശമായിട്ടാണ് പറയുന്നത്. അപ്പം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നതൊക്കെ ചിന്തിക്കണം. കമൻ്റ് അടിക്കുന്ന ആൾക്കാർ ആരുടെയും കമൻറ്റോളികൾ ഭയങ്കര നല്ലവരൊന്നുമല്ല. ഭയങ്കര വൃത്തികെട്ട ഭാഷയിൽ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേ കണക്കുള്ള ഇത് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് പ്രതികരിക്കാതിരിക്കുക? ഇതേപോലെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ കണ്ടൻറ് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ, റിയലായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ തോളയിൽ കയറുന്ന എല്ലാവരുടെയും കൂട്ടമായിട്ട് ആക്രമിക്കുന്നവരെ നെഗറ്റീവ് ആക്കുന്ന കുറേ യൂട്യൂബേഴ്സ്. അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരാളിനെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന വളരെ നല്ല കാര്യമാണ്. അല്ല, കുറേ പാവാട വള്ളികൾ ചേർത്ത് പിടിച്ചിട്ട് ഒരാൾ 1-2 ആൾക്കാർ പാവാട വള്ളികളെ ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുന്നു. ജിസേലിൻ്റെ പാവാട വള്ളികളായിട്ട് കുറേ എണ്ണം നിൽക്കുന്നു. ഈ ഗ്രൂപ്പ് എല്ലാവരും കൂടി ചേർന്ന് ഒരു പെണ്ണിനെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നു. പിന്നെ അവൾ കരയുന്നത് പ്രശ്നം. അപ്പോൾ ഈ ആൾക്കാരെല്ലാം കരഞ്ഞത് ഇവിടെ ഇപ്പോൾ കരയാത്തത് ആരുണ്ട്? ഇപ്പോൾ 18 പേരാണുള്ളത്. ഈ 18 പേരിൽ ആരാണ് കരയാത്തവർ? ഏതെങ്കിലും ഒരു വ്യക്തി കരയാതിരുന്നിട്ടുണ്ട്? ഈ വൈൽഡ് കാർഡ്സ് വന്ന 5 പേര് പോലും കരഞ്ഞിട്ടുണ്ട്. ഈ 5 പേരും കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കരയുന്നതിന് ഡ്രാമയാണെന്ന് പറയുന്നു, കരയുന്ന ആക്ടിങ് ആണെന്ന് പറയുന്നു. അപ്പോൾ കരയുന്നത് മോശമായ കാര്യമാണ്. കരച്ചിൽ വരുമ്പോൾ കരയും, ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും, അതവിടെ തീരും. ചിലവർക്ക് മനസ്സിൽ ചിലപ്പോൾ തീരത്തില്ല, അത് അവരവിടെ വെച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെല്ലാവരുടെയും സമന്വയിപ്പിച്ചിട്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിലുള്ളത്. അല്ലാണ്ട് ഈ പറയുന്ന ആൾക്കാർ അവർ കരച്ചിൽ റാണിയാണ്, ഡ്രാമാറ്റിക് പേഴ്സൺ ആണ് എന്ന് പറയുന്ന ആൾക്കാരോടാണ് ഞാനിത് പറയുന്നത്. എന്തായാലും രാവിലെ ജിസേലുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കി അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നുള്ള സമാധാനത്തിലാണ് ഇപ്പോൾ ജിസേലും റെനയും ബിന്നിയും അക്ബറും ഒക്കെ.